ഹലോ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്സ് ഇൻ മൈ ബാഗാണ്. കുറേ ആയി എൻ്റെ ബാഗ് ഒന്ന് ക്ലീൻ ചെയ്യണമെന്നും ബാഗ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നാണ് എനിക്ക് അതിനുള്ള ടൈം കിട്ടിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ആ ബാഗ് എനിക്ക് കളയാനോ അല്ലെങ്കിൽ മാറ്റാനോ ഒന്നും തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ബാഗാണ്. അപ്പം ഇതാണ് എൻ്റെ ബാഗ്. നിങ്ങളെല്ലാവരും എൻ്റെ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബാഗ്. ഇതാണ് ഞാൻ എപ്പോഴും എടുത്തുകൊണ്ട് പോകുന്നത്. ഈ ഒരു ബാഗ് എനിക്ക് എൻ്റെ ഇത്താത്ത കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബാഗിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാനിത് ചെയ്യാനുള്ള മെയിൻ കാരണം എൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും ചോദിക്കും എൻ്റെ ബാഗിൽ എന്താ ഉള്ള സാധനങ്ങൾ കാണിച്ചാന്നുള്ളത്. അപ്പോൾ ഞാൻ നോർമലി എൻ്റെ ബാഗിൽ അങ്ങനെ ഭയങ്കര വെയിറ്റുള്ള സാധനങ്ങളൊന്നും എടുക്കലില്ല, കാരണം എനിക്കധികം വെയിറ്റ് തൂക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്തുള്ളത് എൻ്റെ ഓക്സിജൻ്റെ ബോട്ടിലാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓക്സിജൻ്റെ ബോട്ടിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇതെൻ്റെ ഹിയറിംഗ് എയ്ഡിൻ്റെ ബോക്സാണ്. അപ്പം ഇതിലാണ് എൻ്റെ ഹിയറിംഗ് എയ്ഡ് അയച്ച് വെക്കാറുള്ളത്. അപ്പം ഇത് നമ്മൾ യൂസിങ് കഴിഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ് ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ബാറ്ററി കംപ്ലീറ്റ് ഡ്രെയിൻ ആയി പോകും. പിന്നെ ഉള്ളത് ഒരു ഡയറി മിൽക്കിൻ്റെ ഹസൽനട്ട് സിൽക്ക് ഉണ്ട്. അപ്പം കുറേ ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പം എനിക്കിങ്ങനെ മെഡിസിൻസൊക്കെ കഴിച്ചിട്ട് ഭയങ്കര കയ്പ്പൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൽ നിന്നൊക്കെ കഷ്ണമൊക്കെ എടുത്ത് കഴിക്കും. മേ ബി കഷ്ണം കഴിച്ചതിന് എനിക്കത് പിന്നെയും ഫുള്ള് തിന്നാൻ തോന്നും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡയറി മിൽക്ക് പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഈ ബാഗ് ഫുള്ള് കീറിയിട്ട് എന്നിട്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് ഇങ്ങനെ ഫിറ്റാക്കി വെക്കും. പിന്നെ ഈ ഒരു ഇതിനകത്താണ് കുറേ സംഭവങ്ങളുള്ളത്. അതിൽ ഫസ്റ്റ് ഇതെൻ്റെ ഇഞ്ചക്ഷനാണ്, ക്ലെക്സിൻ അനോക്സ്പെരിൻ ഇഞ്ചക്ഷനാണ്. പെട്ടെന്ന് എനിക്ക് ക്ലോട്ടിങ്ങോ ചെസ്റ്റ് പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇഞ്ചക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ടൻസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനാണ്. പിന്നെ ഇതെനിക്ക് ഇവിടെ അടുത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി തന്നെയാണ്. യൂസ് ചെയ്തിട്ട് ഒന്ന് റിവ്യൂ പറയണേ, ജസ്റ്റ് അത്യാവശ്യം കസ്റ്റമർ പിടിച്ചു തരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം. ഇത് ലിപ് ബാമാണ്, ലിപ് ടിൻറ്റഡ് ബാമാണ്. എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് റിവ്യൂ ചെയ്യാണ്ടിരുന്നത്. കാരണം അത് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ലിപ്പ് ചാപ്ഡ് ആവുന്നുണ്ട്. അവർ ഹോം മെയ്ഡാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഷുഗറിൻ്റെ ഒരു ലിപ് ബാമുണ്ട്. ഇത് എനിക്ക് ലിപ്പ് ഡ്രൈ ആകുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിപ് ബാമാണ് കേട്ടോ. പിന്നെ ഇത് ടൈഗർ ബാമാണ്. ടൈഗർ ബാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടൈഗർ ബാമല്ല, ഇത് വേറെ തന്നെ ഒരു ടൈഗർ ബാമാണ്. ഞാൻ ടൈഗർ ബാം എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ഹെഡ് ഏക്ക് ബാം എന്തൊക്കെയോ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് ഓർഗാനിക്കാണ്, ഹോം മെയ്ഡാണ് എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. പിന്നെ ഇത് ഇൻഹേലർ. ഈ ഇൻഹേലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ബുഡാമേറ്റ് 200 എന്ന് പറയുന്ന ഇൻഹേലറാണ്. ഇതെനിക്ക് 2 നേരം പഫ് എടുക്കണം. ഇത് സിപ്രോഫ്ലാക്സിൻ എന്ന് പറയുന്ന ഒരു ഇയർ ഡ്രോപ്പാണ്. ഇടയ്ക്ക് ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്ന സമയത്ത് ഇത് ഇറ്റിച്ചു കൊടുത്തിട്ട് കോട്ടൺ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ട് പോകും. പിന്നെ ഉള്ളത് വിക്സൊക്കെ എനിക്ക് മസ്റ്റായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ. എനിക്ക് വിക്സൊന്നും ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റുന്നില്ല. പിന്നെ ഇതും ലിബാമാണ്, വാസ്ലിൻ്റെ. ഈ സ്റ്റിറോയിഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇടയ്ക്ക് പൊട്ടി ബ്ലഡൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ലിപ്പിൽ ഇതേപോലെ എന്തെങ്കിലും ഓയിൽ കണ്ടൻ്റ് ഉള്ള എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തം പൊട്ടും. അതുകൊണ്ടാണ് ഇതൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ വാലറ്റ്. ഇതെൻ്റെ ആളെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഒരു വലിയ സംഭവമായിരുന്നു. ആ ഒരു സംഭവം ഞാൻ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് പറയാം കേട്ടോ. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. വാലറ്റിൽ കാര്യമായിട്ടുള്ളത് ഒരു 30 രൂപ ഉണ്ട്. പിന്നെ എൻ്റെ ATM കാർഡ് ഉണ്ട്, എൻ്റെ അനിയൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എൻ്റെ ആധാർ കാർഡ് ഉണ്ട്. എൻ്റെ ആധാർ കാർഡിൽ എന്നെ കാണാൻ നല്ല മൊഞ്ചാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. പിന്നെ ഒരു സാധനം കൂടിയുണ്ട്. ഇത് എൻ്റെ അനിയത്തി എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് തന്നതാണ്. അവൾ മേക്ക് ചെയ്ത് തന്നതാണ്. അവൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയിൽ അവൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുമെന്ന്. അപ്പം അവളാണ് ഈ ഒരു സംഭവം ആക്കിയത്. അപ്പോൾ അതന്ന് ഈ പേഴ്സിൽ വെച്ചിട്ട് ഇപ്പോഴും ആ പേഴ്സിൽ തന്നെ ഉള്ളത്. പിന്നെ ഉള്ളത് കാരുണ്യൻ്റെ ഒരു ഇൻഷുറൻസ് കാർഡ് ഉണ്ട്. കാരുണ്യൻ്റെ ഇൻഷുറൻസ് കാർഡ് MCCയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത സമയത്ത്
എടുത്തതായിരുന്നു. അപ്പം അതിൽ ഒരു 10-20,000 രൂപ ബാലൻസ് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഉമ്മാൻ്റെ ട്രീറ്റ്മെൻറ്റിന് എൻ്റെ ഇൻഷുറൻസ് കാർഡ് കൊണ്ടാണോ യൂസ് ചെയ്തതെന്നല്ല. ഒരു റേഷൻ കാർഡിൽ 2 ലക്ഷം രൂപ മാത്രമേ പാസ്സാവുള്ളൂ. അപ്പോൾ ഉമ്മാക്ക് യൂസ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള 20,000 രൂപയാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം ഇതൊക്കെ എൻ്റെ ബാഗിലുള്ളൂ, വേറെ ഒന്നും എൻ്റെ ബാഗിലില്ല. അപ്പം ഞാൻ പുതിയൊരു ബാഗ് വാങ്ങിച്ചു. ഈ ബാഗ് മൊത്തം കീറിപ്പോയി, ഇതിൻ്റെ സിബ് മൊത്തം പൊട്ടിപ്പോയി. അപ്പം ഞാൻ ഒരു വർഷം ഇത് യൂസ് ചെയ്തു. എനിക്ക് എന്നിട്ടും ഇത് എടുക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഈ ബാഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ബാഗ് ഇവിടെ എവിടെയും ഇല്ല. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബാഗ് ഓർഡർ ചെയ്തു. എനിക്ക് ബാഗ് കിട്ടിയിട്ടില്ല. അപ്പം ബാഗ് കിട്ടുന്നവരെ ഇതന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെൻറ്റിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെൻറ്റ് ചെയ്യാൻ എന്നെ എന്തായാലും മീഡിയയിൽ നിന്നൊന്നും വിളിക്കൂലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെൻ്റൊക്കെ കഴിഞ്ഞു. ഇന്ന് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഒരു പെൺകുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, അസുഖത്തിനെ കുറിച്ചാട്ടോ ചോദിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ അസുഖത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട് എന്നല്ലേ ഉള്ളൂ, വേറെ ഇപ്പോൾ എന്തോ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് റിപ്ലൈ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ആ റിപ്ലൈ പറയണമെന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ട്യൂബ് ഞാൻ വെറുതെ ഇട്ട് നടക്കുന്നതല്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിലിണ്ടറാണ്. ഈ വീട്ടിൽ നിന്ന് ഈ ഒരു സിലിണ്ടറാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. തായാലും ഒച്ചയിട്ടിട്ട് ഇപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു. എനിക്ക് മെസ്സേജ് അയച്ച ആളെ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിടുന്നില്ല, എന്തായാലും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ട്യൂബ് വെറുതെ ഇട്ട് നടക്കുന്നതല്ല. ഇതിലൂടെ കിട്ടുന്ന ഓക്സിജൻ വെച്ചാണ് ഞാൻ ശ്വാസം വലിക്കുന്നത്. നിങ്ങളൊക്കെ നോർമലി പുറത്തുനിന്ന് ഇങ്ങനെ വലിച്ചു വിടുന്ന ശ്വാസം ഞാൻ ഇതിലൂടെയാണ് വലിക്കുന്നത്. പിന്നെ ട്യൂബ് വെക്കണമെന്നില്ല, ട്യൂബിൻ്റെ പകരം മാസ്ക് ഉണ്ട്. പക്ഷേ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും പറ്റൂല. ഞാൻ ഒരു CPAP-ൻ്റെ വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മെഷീൻ വെക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് സംസാരം പുറത്ത് വരുന്നതെന്ന് കണ്ടല്ലോ. അതിൽ നമ്മളെ മൗത്ത് ക്ലോസ് അല്ല, പക്ഷേ ഇതിൻ്റെ മാസ്ക് ഇടുമ്പോൾ നമ്മളെ മൗത്ത് ഫുള്ള് ക്ലോസ് ആയിരിക്കും. പിന്നെ ഈ ട്യൂബ് എന്ന് പറയുന്നത് ഫുൾ ടൈം ഞാൻ എൻ്റെ മൂക്കിൽ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇടുന്ന ട്യൂബാണ്, ഇതുപോലെ ഇടുന്ന ട്യൂബാണ്. അപ്പോൾ ഈ ട്യൂബ് ഇടുമ്പോൾ എനിക്ക് വരുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന സമയത്ത് എനിക്ക് ഈ ട്യൂബ് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ പറ്റൂല. പിന്നെ അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഫുള്ള് അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക, മൊത്തം കട്ട പിടിച്ചിട്ട് ഞാൻ പിന്നെ കോട്ടണോ അല്ലെങ്കിൽ നമ്മളെ വൈപ്സൊക്കെ ഈ ബഡ്സിൽ ചുറ്റിയിട്ട് ചെറുങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയെടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ബ്ലഡിൻ്റെ ക്ലോട്ടൊക്കെ വരുള്ളൂ. ഇല്ലെങ്കിൽ ഈ ട്യൂബിലേക്ക് ആ ബ്ലഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ടല്ലോ, ഓക്സിജൻ എന്താക്കും, ആ ബ്ലഡ് പിന്നെ എൻ്റെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. ഓക്കെ, പിന്നെ എനിക്ക് വലത്തെ ഭാഗത്ത് ചെവി കേൾക്കില്ല. അപ്പം ഈ ഒരു ഇടത്തെ ഭാഗത്ത് ഞാൻ ഇതുണ്ടോ, ഇതുപോലെയുള്ള ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറയുന്നതോ ഒക്കെ ഞാൻ കേൾക്കുന്നത്. ഞാൻ പറയുന്നത് തന്നെ ഞാൻ കേൾക്കുന്നത് ഈ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ട്യൂബിൻ്റെ മുകളിൽ കൂടെയാണ് ഞാൻ ഈ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഞാൻ കണ്ണട വെക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഞാനിപ്പോൾ മുടിയില്ലാത്തത് കൊണ്ട് അണ്ടർ ക്യാപ്പ് ഇട്ടിട്ട് തട്ടമിടുന്നത്. അപ്പം അത്രത്തോളം അസ്വസ്ഥത എനിക്കുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ഈസി വേ അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ചിലപ്പോൾ മൂക്കിലിട്ട് കാണുമ്പോൾ എന്താ ഒരു ട്യൂബ് ഇട്ട് എന്നൊക്കെ 2 ദിവസം ഇട്ട് നോക്കിയാൽ മതി. ഇതിൻ്റെ കൂടെ വേണം ഞാൻ മാസ്ക് ഇടാൻ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് സഫർ ചെയ്യുമ്പോൾ മാത്രം മനസ്സിലാവുന്നതാണ്. കാണുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും, എന്താ കുഴപ്പമോ, ജസ്റ്റ് മൂക്കി ട്യൂബ് ഇട്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അനുഭവിക്കുന്ന പെയിനൊക്കെ അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരവരെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇത് ഡെയിലി കണ്ട് നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളൊക്കെ കൂടെ നിന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത്.
ഓക്കെ. അപ്പം ഒന്നും ആർക്കും ഈസി അല്ല. മൂക്കിൽ ട്യൂബ് ഇട്ടതായിക്കോട്ടെ, ചെവിയിൽ ഹിയറിംഗ് എയ്ഡ് ഇട്ടതായിക്കോട്ടെ, കണ്ണ് കാണാത്തവർ കണ്ണട ഇടുന്നതായിക്കോട്ടെ. ഒരു കണ്ണട വെച്ച് കഴിഞ്ഞാൽ എന്താ, കണ്ണ് കാണുമല്ലോ. പക്ഷെ ആ കണ്ണട അയച്ചു വെച്ചതിനുള്ള സിറ്റുവേഷൻ എന്താ, ഒരു എല്ലാത്തിനും അവർക്കൊരു മീൻസ് ഇപ്പം കണ്ണട വെക്കുന്ന ആൾക്ക് എന്ത് വേണം, കണ്ണട വെക്കുന്ന ആൾക്ക് ആ ഒരു സംഭവം ഉണ്ടെങ്കിലേ കാണാൻ പറ്റൂ. ചെവി കേൾക്കാത്ത ഒരാൾക്ക് ചെവിക്ക് ഈ ഒരു ഹിയറിംഗ് എയ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിലും കേൾക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്ത ആൾക്കാർക്ക് അതും കേൾക്കാൻ പറ്റത്തില്ല. ഇങ്ങനൊരു ഓക്സിജൻ ട്യൂബ് ഉള്ളത് കൊണ്ടും ഇങ്ങനൊരു ഓക്സിജൻ സപ്ലൈ കിട്ടുന്നത് കൊണ്ടും മാത്രം ശ്വാസം എടുത്ത് ജീവിക്കുന്ന ഒരാളെ കണ്ടിട്ട് നിങ്ങൾക്ക് ട്യൂബ് മാത്രം ഇട്ടാൽ മതിയല്ലോ, വേറെ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. ഞാൻ ഇതാരെയും എന്താ പറയുക ഇതാക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാനല്ല, ഇപ്പം സഫർ ചെയ്യുന്ന ആരാണെങ്കിലും ഓക്കെ. കുറച്ച് റിപ്പോർട്ട്സും കൂടി കിട്ടാനുണ്ട്, അതും കൂടി കിട്ടിയിട്ട് അടുത്ത അപ്ഡേറ്റ്സ് പറയാം. ഓക്കെ.